നമസ്കാരം. യുക്രൈനിൽ നിന്ന് കിട്ടിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ഞെട്ടലിൽ നിന്ന് റഷ്യ ഇതുവരെയും മോചിതരായിട്ടില്ല. പുടിൻ എന്ന ലോകത്തിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവിനോടും ആണവശക്തിയിൽ മുൻപന്തിയിലുള്ള ഒരു രാജ്യത്തോടുമാണ് യുക്രൈൻ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ജൂൺ 1 വമ്പൻ ഡ്രോൺ ആക്രമണത്തിലൂടെ യുക്രൈൻ 40ഓളം റഷ്യൻ പോർ വിമാനങ്ങൾ കത്തിച്ചാമ്പലാക്കി എന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയുടെ 34% മിസൈൽ വിക്ഷേപണ ശേഷിയും തകർന്നു. നശിപ്പിക്കപ്പെട്ട വിമാനങ്ങളിൽ ഏവാക്സ് വിമാനവും ആണവ പോർമുന വഹിക്കാൻ ശേഷിയുണ്ട് എന്ന് കരുതുന്ന Tu-95, Tu-22M3 തുടങ്ങിയവയും ഉണ്ടായിരുന്നു. റഷ്യയുടെ നിർണായകമായ ക്രൂസ് മിസൈൽ കാരിയറുകളുടെ 34% തകർത്തുവെന്നും ഏതാണ്ട് $7 ബില്യൺ സൈനിക സജ്ജീകരണങ്ങൾ നഷ്ടമായി എന്നുമാണ് റിപ്പോർട്ട്. റഷ്യയുടെ ആത്മാഭിമാനത്തെ തൊട്ട യുക്രൈന് ഏത് തരത്തിലുള്ള തിരിച്ചടിയാണ് പുടിൻ നൽകാൻ പോകുന്നതെന്ന് സസൂക്ഷ്മം ലോകം നിരീക്ഷിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഈ ഒരു സാഹചര്യത്തിൽ യുക്രൈനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ എന്നാണ് അറിയുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് മുന്നറിയിപ്പ് എന്നോണം ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ചർച്ചയിൽ പുടിൻ ട്രംപിനോട് യുക്രൈന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഗുരുതര പ്രശ്നങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ അമേരിക്ക മുന്നൊരുക്കങ്ങളും തുടങ്ങി. യുക്രൈനിലുള്ള US എംബസി ജീവനക്കാരോട് സുരക്ഷിതരായിരിക്കാൻ ജാഗ്രതാ നിർദ്ദേശം നൽകി അമേരിക്ക. യുക്രൈനിലുള്ള അമേരിക്കക്കാരോട് മുൻകൂട്ടി ഷെൽട്ടറുകൾ കണ്ടെത്തണമെന്നും വെള്ളം, ഭക്ഷണം, മരുന്നുകൾ എന്നിവ കരുതി വെക്കണമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരിക്കുകയാണ്. പുടിന്റെ മനസ്സറിഞ്ഞ വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് ട്രംപ് അടിയന്തര യോഗം വിളിക്കുന്നതും സുരക്ഷാ നിർദ്ദേശങ്ങൾ കൈക്കൊള്ളാനുള്ള മുന്നറിയിപ്പ് നൽകുന്നതും. റഷ്യ ഒരു തിരിച്ചടി നടത്തിയാൽ അത് എത്രത്തോളം വലുതായിരിക്കുമെന്ന് ട്രംപിന് നന്നായി അറിയാം. റഷ്യ കടന്ന കൈക്ക് മുതിർന്നാൽ ട്രംപിനെ കൊണ്ട് പിടിച്ചു നിർത്താനാകില്ല. പുടിനെ വെറുപ്പിച്ചുകൊണ്ട് ഒരു നടപടിയും ട്രംപ് എടുക്കില്ല എന്നതും പകൽ പോലെ വ്യക്തമാണ്. താൻ അധികാരത്തിലേറിയാൽ ദിവസങ്ങൾക്കകം റഷ്യ യുക്രൈൻ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞെത്തിയതാണ് ട്രംപ്. തുടർന്ന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ചു. അമേരിക്ക, റഷ്യ, യുക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ച 2 റൗണ്ട് പൂർത്തിയായിട്ടും യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ഉടമ്പടികളിലേക്ക് കടക്കാനുമായിട്ടില്ല. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധം എന്ന് വിശേഷിപ്പിക്കാം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷം. 3 വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിന് ഇനിയും അവസാനമായിട്ടില്ല. ഇരുഭാഗത്തു നിന്നും ഇപ്പോഴും വലിയ തോതിൽ ആൾനഷ്ടവും ധനനഷ്ടവും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയും യൂറോപ്പും യുക്രൈന് യുദ്ധത്തിന് വേണ്ട സൈനിക ധനസഹായങ്ങളും നൽകി വന്നതല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു നടപടിയും കൈക്കൊണ്ടിരുന്നില്ല. റഷ്യ ഒരു വിധത്തിൽ അയങ്ങി തുടങ്ങി സംഘർഷം അവസാനിപ്പിക്കാൻ വ്ളാദിമിർ പുടിൻ സമ്മതം മൂളി നിൽക്കുന്നതിനിടയിലാണ് തങ്ങളുടെ ചില ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് വ്ളാദിമിർ സെലൻസ്കി വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, 2ാം റൗണ്ട് സമാധാന ചർച്ച തുർക്കിയിൽ നടക്കുന്നതിൻ്റെ ഒരു ദിവസം തൊട്ട് മുൻപാണ് യുക്രൈൻ റഷ്യക്കെതിരെ ശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകാനാണ് സെലൻസ്കിയുടെ ഉദ്ദേശമെന്നും ഏതാണ്ട് വ്യക്തമായി. 1 മാസത്തിനിടെ തുർക്കിയിലെ ഇസ്താംബൂളിൽ ജൂൺ 2 നടന്ന 2ാമത്തെ യോഗത്തിൽ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ സമാധാനത്തിനായുള്ള തങ്ങളുടെ നിർദ്ദേശങ്ങൾ കൈമാറി. പൊതു റഫറണ്ടത്തിൽ റഷ്യയിൽ ചേർന്ന 5 മുൻ പ്രദേശങ്ങളുടെ നഷ്ടം യുക്രൈൻ അംഗീകരിക്കണമെന്നും ആ പ്രദേശത്ത് നിന്ന് സൈന്യത്തെ പിൻവലിക്കണമെന്നും നിഷ്പക്ഷത പാലിക്കണമെന്നും സ്വന്തം സൈനിക ശേഷി പരിമിതപ്പെടുത്തണമെന്നും റഷ്യ നിർദ്ദേശിച്ചു. യുക്രൈൻ സൈന്യത്തെ വിന്യസിക്കുന്നത് നിർത്തുക, ധനസമാഹരണം നിർത്തിവെക്കുക, വിദേശ ആയുധ കയറ്റുമതി നിർത്തുക, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്തുക എന്നിവ ഉൾപ്പെടുന്ന ഒരു വെടിനിർത്തൽ പാക്കേജ് നിർദ്ദേശമാണ് റഷ്യ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം സെലൻസ്കി തള്ളിക്കളയുകയാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയായിരുന്നു യുക്രൈൻ ഡ്രോണുകൾ റഷ്യൻ അതിർത്തികൾ കടന്നെത്തിയത്. ഇതിന് റഷ്യ മറുപടി കൊടുക്കുമെന്ന് ഉറപ്പായ കാര്യമാണ്. ഇവിടെ ആശങ്കപ്പെടുത്തുന്നത് റഷ്യയുടെ മൗനവും. ഏത് രീതിയിൽ റഷ്യ ആക്രമിക്കും, അത് ഏതെല്ലാം രാജ്യങ്ങളെ ബാധിക്കും, ആണവായുധങ്ങൾ തിരിച്ചടിക്കാൻ ഉപയോഗിക്കുമോ, അങ്ങനെ ഒരുപാട് ആശങ്കകളാണ് റഷ്യയുടെ മൗനത്തിന് പിന്നിലുള്ളത്. യഥാർത്ഥത്തിൽ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ റഷ്യക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. റഷ്യയെ ചൊറിയാൻ യുക്രൈൻ പാശ്ചാത്യ രാജ്യങ്ങളുടെ വാക്ക് കേട്ടെത്തി എന്നതാണ് റഷ്യ ചൊടിപ്പിക്കുന്ന പ്രധാന കാര്യം. എന്തായാലും റഷ്യൻ മറുപടി അത് ഏത് രീതിയിലാകും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ.